മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ മോഹിനിയോടായിട്ട് പറയുന്നുണ്ട്, പ്രതാപനാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കണ്ണനോട് പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ മോളുടെ ജീവിതമായിരിക്കും താറുമാറായി പോകുന്നതെന്ന് പറയുമ്പോൾ മോഹിനി പറയുന്നുണ്ട്, അതൊന്നും പറഞ്ഞ് എന്നെ നിങ്ങൾ ഭയപ്പെടുത്തണ്ട, കരുണയുടെ ജീവിതത്തിന് ഒരു കുഴപ്പവും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങളൊന്നും തന്നെ കണ്ണനോട് പറയാത്തതെന്നല്ല മോഹിനി പറയുന്നത് കേട്ട് മുത്തശ്ശിക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. നീയും നിൻ്റെ മോളും കൂടെ പ്രാർത്ഥിച്ച് എൻ്റെ മോനെ വട്ടാക്കിയെന്നെല്ലാം പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ അകത്തോട്ട് കയറി പോകുന്നു. പിന്നീട് ഉണ്ണിയെ കാണാനായിട്ട് പുറപ്പെടുന്ന വാമദേവനെയാണെങ്കിൽ മുത്തശ്ശി വിളിക്കുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, എന്താണെങ്കിലും നീയാണ് ഈ കൊട്ടേഷൻ കൊടുത്തതെന്നുള്ള കാര്യം ഞാനും കരുണമോളും പ്രതാപനും മാത്രമേ അറിയുള്ളൂ, വേറെ ആർക്കും ഇതറിയാൻ പാടില്ല. അതുകൊണ്ട് നീ നിൻ്റെ നിഴൽവട്ടം ഈ വീട്ടിൽ ഒരിക്കലും കാണരുത് എന്നെല്ലാം മുത്തശ്ശിയാണെങ്കിൽ വാമദേവനോടായിട്ട് പറയുന്നു. അപ്പോഴേക്കും വാമദേവന് സന്തോഷമാവുന്നു. അവൻ്റെ കൺമുന്നിൽ ഇനി ഞാൻ പോകാതിരുന്നാൽ ഈ സത്യങ്ങളൊന്നും തന്നെ ആരും അറിയില്ല എന്നെല്ലാം ആശ്വസിക്കുകയാണ് വാമദേവൻ. പിന്നീട് ദുർഗയാണെങ്കിൽ ഉണ്ണിയോടായിട്ട് പറയുന്നുണ്ട്, എന്താണെങ്കിലും ഇനി ഇവിടെ ആ ചടങ്ങുകളെല്ലാം നടക്കാൻ പോവുകയാണല്ലോ എന്ന് പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് ആ ചടങ്ങുകളൊന്നും ഇവിടെ നടക്കാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യണമമ്മേ, അല്ലാതെ കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് പറയുന്ന സമയത്ത് കരുണയാണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ കരുണയോട് ചോദിക്കുന്നുണ്ട്, മോൾ എവിടെ പോവുകയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ വീട് വരെ പോവുകയാണ്, അച്ഛനെ ഡിസ്ചാർജ് ആക്കി കൊണ്ടുവന്നിട്ടുണ്ടെന്നും പറയുമ്പോൾ ദുർഗ പറയുന്നുണ്ട്, ഞങ്ങളെല്ലാവരും കൂടെ വരാം, ഹോസ്പിറ്റലിലോ പോകാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ കരുണ പറയുന്നുണ്ട്, അങ്ങോട്ട് വരണ്ട അമ്മേ, അച്ഛനാണെങ്കിൽ എന്ത് കിട്ടിയാലും എടുത്തെറിയുന്ന ഒരു സ്വഭാവമാണ്, അതുകൊണ്ട് അങ്ങോട്ട് വരാൻ നിൽക്കണ്ട എന്നെല്ലാം പറയുന്നത് കേട്ട് ഉണ്ണിക്കും ദുർഗയ്ക്കും ചെറിയൊരു സംശയം ഉണ്ടാകുകയാണ്. ഇവിടെ നിന്ന് ആരെയും അങ്ങോട്ട് കൊണ്ട് ചെല്ലണ്ടെന്ന് മുത്തശ്ശിയും എന്നോട് വിളിച്ചു പറഞ്ഞു, അതുകൊണ്ട് നിങ്ങളൊന്നും ഇപ്പോൾ വരണ്ട, ഞാൻ മാത്രം പോയിട്ട് വരാമെന്ന് പറഞ്ഞ് കരുണയാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കണ്ണനെയാണ് കാണിക്കുന്നത്. കണ്ണനും മഹിയും കൂടെ അവരുടെ സ്വകാര്യ നിമിഷങ്ങളെല്ലാം സന്തോഷമായിട്ട് പങ്കിടുന്ന സമയത്ത് കണ്ണനോട് മഹി പറയുന്നുണ്ട്, ഇപ്പോൾ കുഞ്ഞിൻ്റെ അനക്കുമെല്ലാം എനിക്കറിയാൻ സാധിക്കുന്നുണ്ട് കണ്ണേട്ട, അപ്പോഴേക്കും എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണെന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, എനിക്കും അതറിയണമെന്ന് പറഞ്ഞുകൊണ്ട് മഹിയുടെ വയറിലോട്ട് ചെവി വെച്ച് കിടക്കുന്നുണ്ട് കണ്ണൻ. അങ്ങനെ സന്തോഷത്തോടു കൂടി തന്നെ കണ്ണൻ ആ നിമിഷങ്ങളെല്ലാം ആസ്വദിക്കുകയാണ്. പിന്നീട് പ്രതാപനെ കാണുകയാണ് മുത്തശ്ശി. അങ്ങനെ പ്രതാപനെ എന്തെടുക്കുകയാണെന്നെല്ലാം ഇടയ്ക്കിടയ്ക്ക് പോയി മുത്തശ്ശി റൂമിൽ പോയി ഒളിഞ്ഞു നോക്കുന്നു. അതേസമയം അങ്ങോട്ടേക്ക് കരുണ വരുന്നുണ്ട്. കരുണയോടായിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, മോളെ എല്ലാ കാര്യങ്ങളും അവന് നന്നായിട്ട് തന്നെ അറിയാം, അവൻ ഇപ്പോൾ നടക്കുന്നതും നേരത്തെ നടന്നതും എല്ലാം അവന് നന്നായിട്ട് തന്നെ അറിയാം, അവൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട്, അവനതെല്ലാം തന്നെ കണ്ണൻ്റെ മുന്നിൽ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അവൻ്റെ ശരീരത്തിൽ നിന്നും ആ വിശ്വനാഥൻ്റെ പ്രേതം ഒഴിഞ്ഞു പോകുള്ളൂ എന്നെല്ലാം മുത്തശ്ശി പറയുന്നത് കേട്ട് നമ്മുടെ കരുണയാണെങ്കിൽ ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. ഇനി എന്ത് ചെയ്യും മുത്തശ്ശി, ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം കുളമാവുമല്ലോ എന്നോർത്ത് കരുണയാണെങ്കിൽ ആകെ വിഷമിക്കുകയാണ്. പിന്നീട് ഓഫീസിലെത്തുന്ന കണ്ണനാണെങ്കിൽ മഹിയെ കാണാനായിട്ട് ക്യാബിനകത്തോട്ട് എത്തുകയാണ്. എന്നിട്ട് മഹിയെ കാണുന്നതും കണ്ണനാണെങ്കിൽ വളരെ സന്തോഷമാവുന്നു. അങ്ങനെ കണ്ണൻ പറയുന്നുണ്ട്, എന്താണെങ്കിലും ഇനി താൻ എൻ്റെ കൂടെ കമലേശ്വരത്ത് നിന്നാൽ മതിയെന്ന് പറയുമ്പോൾ മഹി പറയുന്നുണ്ട്, അതെന്താ കണ്ണേട്ട ഇപ്പോൾ അങ്ങനെ തോന്നാൻ കാര്യം? അപ്പോഴേക്കും കണ്ണൻ പറയുന്നുണ്ട്, തൻ്റെ ശരീരത്തിലുള്ള എല്ലാ മാറ്റങ്ങളും എനിക്ക് കാണണം, അതിനു വേണ്ടി തന്നെയാണ് ഇനി താൻ എൻ്റെ കൂടെ നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞതെന്നെല്ലാം കണ്ണൻ പറയുന്നുണ്ട്. പിന്നീട് കണ്ണൻ്റെ ഫോണിലോട്ട് പ്രതാപൻ വിളിക്കുന്നുണ്ട്. അങ്ങനെ കണ്ണൻ ഫോൺ എടുക്കുന്നതും പ്രതാപൻ പറയുന്നുണ്ട്, മോനെ കണ്ണ, ഞാനാണ്, പ്രതാപനാണെന്ന് പറയുമ്പോൾ കണ്ണൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കുകയാണ്. അതേസമയം പ്രതാപൻ അത് പറയാനായിട്ട് തുടങ്ങുന്നതും അങ്ങോട്ടേക്ക് പെട്ടെന്ന് തന്നെ കരുണയും മുത്തശ്ശിയും വരുന്നുണ്ട്. അങ്ങനെ അവരെ കാണുന്നതും പ്രതാപൻ ആകെ ഞെട്ടുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ കരുണയാണെങ്കിൽ പ്രതാപൻ്റെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ച് മേടിക്കുന്നുണ്ട്. ഇതെല്ലാം പക്ഷേ കണ്ണന് അവിടെ നിന്നും മനസ്സിലാകുന്നുണ്ട്, ആരോ പ്രതാപൻ്റെ ഫോണെല്ലാം തട്ടിപ്പറിച്ച് മേടിക്കാൻ ശ്രമിക്കുന്നതായിട്ട് കണ്ണന് മനസ്സിലാകുന്നു. അങ്ങനെ കണ്ണനാണെങ്കിൽ ഓർക്കുന്നുണ്ട്, ഇയാൾക്ക് എന്താണ് എന്നോട് പറയാനുള്ളത്, എന്താണെങ്കിലും നേരിട്ട് ചെന്ന് അറിയാമെന്ന് വിചാരിച്ചുകൊണ്ട് കണ്ണനാണെങ്കിൽ പ്രതാപൻ്റെ അടുത്തോട്ട് പോകാനായിട്ട് ഒരുങ്ങുന്നു. അങ്ങനെ മഹിയുടെ അടുത്ത് ചെന്ന് ഈ കാര്യം പറയാനായിട്ട് മഹിയുടെ റൂമിലെത്തുന്നു. അങ്ങനെ മഹിയോടായിട്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട്, അയാൾക്ക് എന്തോ എന്നോട് പറയാനുണ്ടെന്നും അതെന്താണെന്നുള്ള കാര്യം പറയുന്നതിന് മുമ്പേ തന്നെ ആരോ അയാളെ തടയുന്നുണ്ട്. ഇപ്പോൾ കരുണയാണെന്ന് തോന്നുന്നു ആ ഫോൺ തട്ടിപ്പറിച്ച് മേടിച്ചത്, അതുകൊണ്ട് എനിക്ക് അയാളെ നേരിട്ട് തന്നെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകാൻ ഒരുങ്ങുകയാണ്. ഇത് കേൾക്കുന്ന മഹിക്കാണെങ്കിൽ ആകെ ഭയമാകുന്നു. താൻ മനസ്സിൽ സൂക്ഷിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രതാപനിൽ നിന്നും ഇന്നറിയുമെന്ന് വിചാരിച്ച് മഹിക്കാണെങ്കിൽ ആകെ വല്ലാതെ ആകുകയാണ്. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.